ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ജനുവരി 11 നടന്ന 10th പ്രിലിംസിൻ്റെ 30 ചോദ്യങ്ങളാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായത് ഏത്? മൃദുഭാവേ ദൃഢകൃത്യ എന്നതാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം. പോലീസ് സേനയുടെ മേധാവിയാണ് DGP. കേരള പോലീസിന്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. ഏതാണ്? മൃദുഭാവേ ദൃഢകൃത്യ എന്നത് കേരള പോലീസിന്റെ ആപ്തവാക്യമാണ്. പോലീസ് സേനയുടെ മേധാവിയാണ് DGP. അപ്പം 1ഉം 2ഉം മാത്രമാണ് ഇതിനകത്ത് ശരി. കേരള പോലീസിന്റെ ആസ്ഥാനം തൃശ്ശൂരല്ല, തിരുവനന്തപുരമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഭക്രാനങ്കൽ സത്ലജ്, ഹിരാക്കുഡ് മഹാനദി, തെഹരി ഡാം കൃഷ്ണ, സർദാർ സരോവർ നർമ്മദ. ഇതില് 1ഉം 2ഉം 4ഉം ശരിയാണ്. ഭക്രാനങ്കൽ സത്ലജിലാണ്, ഹിരാക്കുഡ് മഹാനദിയിലാണ്, സർദാർ സരോവർ നർമ്മദയിലാണ്. എന്നാൽ തെഹരി ഡാം എവിടെയാണ്? ഭഗീരഥി നദിക്ക് കുറുകെയാണ് തെഹരി ഡാം ഉള്ളത്. വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? കണ്ണൂർ ജില്ലയിലെ പാഠ്യത്ത് ജനിച്ചു. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. 1947 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇതിൽ 1ഉം 2ഉം 3ഉം ശരിയാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? സവർണജാഥ ഇതിനോടനുബന്ധിച്ച് നടന്നതാണ്. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതുലക്ഷ്മിഭായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം. ഇതിൽ 1ഉം 2ഉം 3ഉം ശരിയാണ്. എന്നാൽ ക്ഷേത്രപ്രവേശനമായിരുന്നില്ല സത്യാഗ്രഹികളുടെ ആവശ്യം. പകരം ക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴികളിലൂടെ സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തത് ഏത്? പ്രിസെപ്റ്റസ് ഓഫ് ജീസസ്, തുഹ്ഫത്തുൽ മുഹവിദീൻ, ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്, സതിഹിത ബോധിനി. ഇതിൽ 4മത്തേത് മാത്രമാണ് രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തത്. സതിഹിത ബോധിനി എന്ന് പറയുന്നത് വീരേശലിംഗത്തിൻ്റെയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. കേരള മീഡിയ അക്കാദമി തൃശ്ശൂർ, ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം, കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ, കേരള ലളിതകല അക്കാദമി കാക്കനാട്. ഇതിൽ 2ഉം 3ഉം മാത്രമാണ് ശരി. മീഡിയ അക്കാദമിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കാക്കനാടും ലളിതകല അക്കാദമിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് തൃശ്ശൂരുമാണ്. അത് മാറ്റിയും തിരിച്ചു വിട്ടേക്കുവാണ്. മഹാത്മാഗാന്ധിയെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയീം താലിം. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920 ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ്. ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ എല്ലാം ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ തന്നെയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ജനീവ, നാറ്റോ ബ്രസൽസ്, ഗ്രീൻ പീസ് ആംസ്റ്റർഡാം, ഇന്റർപോള് ലിയോൺ. ഇതിൽ 1മത്തേത് മാത്രമാണ് തെറ്റ്. ഏഷ്യൻ ഡെവലപ്പ് ബാങ്കിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഫിലിപ്പൈൻസ് ആണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, BR അംബേദ്കർ, അബുൽ കലാം ആസാദ്, ജവഹർലാൽ നെഹ്റു. ആരാണ്? അബുൽ കലാം ആസാദ് ആണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത്? സംരാമതി, തെമ്പു, കാങ്ഡോ, നംച ബർവ. ഏതാണ്? നംച ബർവയാണ് ഉയരം കൂടിയത്. കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് ടെറായ്, എസ്കർ, കരീവ, ബാബർ. ഏതാണ്? കരീവയാണ് ഉത്തരം. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്പൺ കാസ്റ്റ് മൈനിങ്, ഹൈവോൾ മൈനിങ്, റാറ്റ് ഹോൾ മൈനിങ്, പ്ലേസർ മൈനിങ്. റാറ്റ് ഹോൾ മൈനിങ് ആണ്
നിരോധിച്ചത്. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ് ഹേമറ്റൈറ്റ്, ബേരിയം സൾഫേറ്റ്, മഗ്നീഷ്യം, ടൈറ്റാനിയം ഓക്സൈഡ്. ഉത്തരം ടൈറ്റാനിയം ഓക്സൈഡ്. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞ് ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് പ്രളയ സമതലങ്ങൾ, എക്കൽ കോണുകൾ, മടഞ്ഞിട്ട അരുവികൾ, ഓക്സ്ബോ തടാകങ്ങൾ. ഏതാണ് ഉത്തരം? ഓക്സ്ബോ തടാകങ്ങളാണ് ഉത്തരം. നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? രാജസ്ഥാൻ, ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി എവിടെ വെച്ചാണ് നടന്നത്? കസാൻ റഷ്യ, കെയ്റോ ഈജിപ്റ്റ്, ദുബായ് UAE, ബൈജിംഗ് ചൈന. കസാനിൽ വെച്ചിട്ടാണ് 2024 ബ്രിക്സ് ഉച്ചകോടി നടന്നത്. ഖുർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? ഇരുമ്പുരുക്ക് വ്യവസായം, ടെക്സ്റ്റൈൽ വ്യവസായം, പഞ്ചസാര വ്യവസായം, രാസ വ്യവസായം. ഏതാണ്? പഞ്ചസാര വ്യവസായവുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് ഖുർ, ഖണ്ഡസാരി എന്നിവ. അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? ആഗോള സുസ്ഥിര വികസനം, രാജ്യാന്തര വനവൽക്കരണ പദ്ധതി, അന്തർദേശീയ സമുദ്രതട സംരക്ഷണം, പശ്ചിമഘട്ട വന്യജീവി സംരക്ഷണം. ഏതാണ്? ആഗോള സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ടതാണ് അജണ്ട 21 എന്നത്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? 60 വയസ്സിൽ താഴെയുള്ളവർ, 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും, 60 വയസ്സ് കഴിഞ്ഞ വനിതകൾ. പ്രായപരിധി ഇല്ല. ഉത്തരം 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും ഈ പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം? 2008, 2005, 2010, 2015. ഉത്തരം 2010 ആണ്. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം? കേരളം, കർണാടക, തമിഴ്നാട്, ഗോവ. ഏതാണ്? കേരളമാണ് ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ചത്. കേരളത്തിലെ കുടുംബശ്രീ തുടങ്ങിയ ഒരു സംരംഭമാണ് ലഞ്ച് ബെൽ എന്ന് പറയുന്നത്. അതായത് നമുക്ക് കുടുംബശ്രീയുടെ ആപ്പ് വഴി നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ലഞ്ച് ബെല്ല് പദ്ധതി. താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ഫ്യൂഡൽ നികുതി നൽകുക, നികുതി നൽകാതിരിക്കുക. ഏതാണ്? 2 മാത്രമാണ് ഇതിൽ ബന്ധമില്ലാത്തത്. ഫ്യൂഡൽ നികുതി നൽകുക എന്നത്. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? അരുൾനൂൽ, ആദിഭാഷ, വേദാധികാര നിരൂപണം, നവമഞ്ജരി. ഇതിലേതാണ്? നവമഞ്ജരിയാണ് ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം. ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ഷോട്ട്ഗായ്, ലോഥൽ, ധോളവീര, ചാൻഹുദാരോ. ഏതാണ്? ധോളവീരയിൽ നിന്നാണ് ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബെസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. ഇതിൽ ബന്ധമില്ലാത്തത് ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു എന്നതാണ്. ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ജ്യോതിറാവ് ഫുലെയാണ് ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചത്. പാഞ്ചാലി ശപഥം എഴുതിയത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതി, പ്രേംചന്ദ്, സത്യേന്ദ്രനാഥ് ടാഗോർ, വള്ളത്തോൾ. ആരാണ്? സുബ്രഹ്മണ്യ ഭാരതിയാണ് പാഞ്ചാലി ശപഥം എഴുതിയത്. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? വീരേശലിംഗം, ദയാനന്ദ സരസ്വതി, ജ്യോതിബ ഫൂലെ, EV രാമസ്വാമി നായ്ക്കർ. ആരാണ്? EV രാമസ്വാമി നായ്ക്കറാണ് സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത്. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര, തെലുങ്കാന, ഉത്തർപ്രദേശ്, തമിഴ്നാട്. ഏതാണ്? തെലുങ്കാനയാണ് സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം.